അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹിജ്റ 1 റബീഉൽ അവ്വൽ 12 വെള്ളിയാഴ്ച തിരുമേനി മദീനയിൽ എത്തിയത് മുതൽ അവിടത്തെ സാമൂഹിക മണ്ഡലങ്ങളിൽ മാറ്റത്തിന്റെ ശബ്ദം മുഴങ്ങിക്കൊണ്ടിരുന്നു. യസ്രിബ് എന്ന പഴയ പേര് മദീനത്തുൻ നബി അഥവാ പ്രവാചകൻ നഗരി എന്നായി മാറി. പിറന്ന നാട്ടിൽ സ്വാതന്ത്ര്യവും നീതിയും സുരക്ഷയും കിട്ടാകനികളായപ്പോൾ അവ നേടിയെടുക്കാനായി പ്രവാചകനോടൊപ്പം മദീനയിലേക്ക് യാത്ര ചെയ്തെത്തിയ മുഹാജിറുകളും അവരെ ജീവൻ നൽകി സംരക്ഷിക്കുമെന്ന് പ്രതിജ്ഞയെടുത്ത മദീനയിലെ അൻസാറുകളും ഉൾപ്പെട്ടതായിരുന്നു മദീനയിലെ മുസ്ലിം സമൂഹം. ബഹുദൈവ വിശ്വാസികളായിരുന്നു മദീനയിലെ മറ്റൊരു വിഭാഗം. ഇവർക്ക് തങ്ങളുടെ വിശ്വാസത്തോട് പ്രത്യേക താല്പര്യമോ മുസ്ലിങ്ങളോടും ഇസ്ലാമിനോടും വിരോധമോ ഉണ്ടായിരുന്നില്ല. അവർ വളരെ താമസിയാതെ തന്നെ മുസ്ലിം സമൂഹത്തിന്റെ ഭാഗമായി മാറി. എന്നാൽ ഏതാനും ചിലർ ഇസ്ലാമിനോടുള്ള വൈരവും ഉള്ളിയൊളിപ്പിച്ച് അവിശ്വാസികളായി തന്നെ തുടർന്നു. സ്വന്തം നാട്ടിൽ നിൽക്കാൻ ഭയക്കുന്ന ന്യൂനപക്ഷ ജനങ്ങൾ, തീവ്രവാദി എന്ന് വിളിപ്പേരുകൾ കേൾക്കേണ്ടി വരുന്ന മുസ്ലിം ഇതിന്റെ എല്ലാം ഇരകളാണ്. മുസ്ലിങ്ങൾ, ബഹുദൈവാരാധകർ, ജൂതർ, ക്രിസ്ത്യാനികൾ എന്നിവർ ഉൾപ്പെടുന്ന ബഹുസ്വര സമൂഹത്തിലാണ് പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ സമൂലമായ മാറ്റത്തിന് വേണ്ടിയുള്ള ചുവടുവെപ്പുകൾ വെച്ചു തുടങ്ങി. മദീനയിൽ എത്തിയ ഉടൻ തന്നെ പ്രവാചകൻ പള്ളി നിർമ്മാണത്തിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. സാമൂഹിക മാറ്റത്തിനും സഹായകമായ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നതിനുള്ള ഒരു സാംസ്കാരിക കേന്ദ്രമായിരുന്നു തിരുനബി രൂപകൽപ്പന ചെയ്ത പള്ളി. ഈന്തപ്പന തടിയും ഓലയും കൊണ്ടുള്ള മേൽക്കൂര, കല്ലും മണലും വിരിച്ച നിലം, ഒരു ഭാഗത്ത് പ്രവാചക പത്നിമാർക്ക് താമസിക്കാൻ കല്ലും ഇഷ്ടികയും കൊണ്ട് പടുത്ത മുറികൾ. ഇതായിരുന്നു മസ്ജിദുൻ നബവി. മസ്ജിദുൽ അഖ്സയായിരുന്നു അപ്പോഴത്തെ അവരുടെ കിബില. മസ്ജിദുൻ നബവി കേവലം ആരാധനാലയം എന്നതിലുപരി മുസ്ലിം സമൂഹത്തിന്റെ സമ്പൂർണമായ ശാക്തീകരണത്തിന്റെ കേന്ദ്രമായിരുന്നു. ഇബ്നു അബ്ബാസ്, സയ്യിദ് ഇബ്നു സാബിത്, അനസ്, അബൂ ഹുറൈറ, ആയിഷ, അസ്മ റളിയല്ലാഹു അൻഹ പോലുള്ളവർ പാണ്ഡിത്യം നേടിയ വിദ്യാലയം. അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹു പോലുള്ളവർ അഗ്രഗണ്യരായി ഭരണാധികാരികളും രാഷ്ട്രീയ തന്ത്രശാലികളുമാക്കി വളർത്തിയ രാഷ്ട്രീയ പാഠശാല. യുദ്ധാവശ്യങ്ങൾക്കായി കായിക പരിശീലന സൈനിക കേന്ദ്രം. ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും കേസ് വിസ്താരം നടത്തുകയും നീതിപൂർവ്വം വിധിക്കുകയും ചെയ്തിരുന്ന കോടതി. സാമ്പത്തിക പരാതികൾ, സക്കാത്ത്, സ്വതക്ക, ഗനീമത്ത് തുടങ്ങിയ പദ്ധതികളിലൂടെ നാടിന്റെ സാമ്പത്തിക ക്ഷേമം ഉറപ്പുവരുത്തുകയും ചെയ്തിരുന്ന സാമൂഹിക ക്ഷേമ കേന്ദ്രം. സമ്പത്ത് സൂക്ഷിക്കുക, വായ്പാ പദ്ധതികൾ ഏർപ്പെടുത്തി കൊടുക്കുക ചെയ്തിരുന്ന ബാങ്ക്. രോഗികളെയും മുറിവേറ്റവരെയും ചികിത്സിക്കുന്ന ആശുപത്രി. കലാകായിക പ്രകടനങ്ങൾ അവതരിപ്പിക്കുന്ന സാംസ്കാരിക കേന്ദ്രം. ഭരണാധികാരികളുടെ പ്രതിജ്ഞയും നയപ്രഖ്യാപനവും ചർച്ചകളും നടക്കുന്ന പാർലമെന്റ്. ഈ അർത്ഥങ്ങളിലെല്ലാം മസ്ജിദുൻ നബവി സാംസ്കാരിക ആസ്ഥാനമായി മാറി. ഇതേ ദൗത്യമാണ് എക്കാലത്തെയും പള്ളികൾക്ക് നിർവഹിക്കാനുള്ളത്. സമൂഹത്തിന്റെ സമ്പൂർണ്ണ പുരോഗതിക്കും വളർച്ചയ്ക്കും ആവശ്യമായ ബഹുമുഖ പദ്ധതികൾ ആവിഷ്കരിച്ച് ഫലപ്രദമായി നടപ്പാക്കാൻ കഴിയുന്ന മഹത്തായ സംരംഭമാണ് മസ്ജിദുൽ മഹല്ല്. പള്ളി സത്യവിശ്വാസികൾക്ക് ഒന്നടങ്കം ഉപകാരപ്രദമായ ആശ്രയ കേന്ദ്രമാവണം. പടച്ചവനിലും പരലോകത്തിലും ഹൃദയംഗമായി വിശ്വസിക്കുകയും അതനുസരിച്ച് പെരുമാറുകയും ചെയ്യുന്നവരുടെ മാതൃക ആസ്ഥാനമായിരിക്കണം. വിശ്വാസികളെ വീക്ഷണ വ്യത്യാസങ്ങളുടെയും മറ്റും പേരിൽ പരസ്പരം ഭിന്നിപ്പിച്ചു നിർത്തുന്ന ശിഥിലീകരണത്തിനുള്ള കേന്ദ്രമാവാതെ അവരെ പരസ്പരം ഒരുമിപ്പിക്കുന്ന സ്ഥാപനമാണ്. ശത്രുക്കളുടെ സ്വീകാര്യത പിടിച്ചുപറ്റാൻ ശ്രമിക്കുന്ന സ്ഥാപനമാകാതെ അവർക്കെതിരെ കണിശമായ നിലപാട് സ്വീകരിക്കുകയും ജാഗ്രത പുലർത്തുകയും ചെയ്യുന്ന കേന്ദ്രമാണ്. അപ്പോഴാണ് പള്ളിയുടെ ധർമ്മം നിർവഹിക്കപ്പെടുന്നത്. എക്കാലത്തും പള്ളി എന്നത് സത്യവിശ്വാസികൾക്ക് ആശ്രയ കേന്ദ്രമാവുക തന്നെ ചെയ്യും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.